നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വീണ്ടും അത് ഈ പറയുന്ന പോലെ ഈ ഒരു മൂവ്മെന്റ് ഇതിങ്ങനെ എടുക്കുക ചെയ്യുക. സാധാരണ നമുക്കറിയാം ഇവിടെ പറയുന്ന ആ ഒരു മെക്കാനിസത്തിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ ലോവസ്റ്റ് പേസ് മേക്കർ ഔട്ട്പുട്ട് ദാറ്റ് സക്സസ്ഫുള്ളി ഇതിൽ ഏറെക്കുറെ എല്ലാം ഒരു ചെസ്റ്റ് ട്യൂബ് പ്ലേസ്മെന്റിന്റെ കോംപ്ലിക്കേഷനുമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഹൈ ഓൾ, വെൽക്കം ടു എഡ്ജസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ യൂഷ്വലി നമ്മൾ കേരള PSCയുടെ എക്സാംസ് അതിൽ ഏത് നഴ്സിംഗിന്റെ തന്നെ അല്ലെങ്കിൽ ഏത് എക്സാം ആയിക്കോട്ടെ സെയിം ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാറില്ല. പക്ഷേ സെയിം ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴത്തേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് വേറെ വേറെ ക്വസ്റ്റ്യൻസ് മാറിയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് രീതിയിൽ നമ്മൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് കഴിയും. സോ അത് മാത്രം പോരാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഫുൾ സിലബസ് അല്ലെ, നമ്മൾ ടൈംലി നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്തിരിക്കണം. അതുകൂടാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിവിഷൻസ്, മൾട്ടിപ്പിൾ ടൈം ആയിട്ടുള്ള റിവിഷൻസ് വഴി നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ആ രീതിയിലൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ MSc നഴ്സിംഗ് ഒക്കെ പാസ്സായവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച ജോലിയായിട്ടുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് പോസ്റ്റ് നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. സോ നന്നായിട്ട് പഠിക്കുക. വരുന്ന എക്സാംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന ഒരു സ്വപ്ന തുല്യമായ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാം. സോ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മെത്തേഡ് ഓഫ് സപ്രസിംഗ് ടക്കികാർഡിയ ബൈ പേസിംഗ് ദ ഹാർട്ട് at a rate faster than the patient's intrinsic rate. നോക്കിയേ, ഇവിടെ കുറച്ച് ടേംസ് ഒക്കെ പറയുന്നുണ്ടല്ലേ, നമ്മൾ അത്ര കോമൺ ആയിട്ട് കേൾക്കാത്ത ടേംസ് ആണ്. നോക്കിയേ, മെത്തേഡ് ഓഫ് സപ്രസിംഗ് ടക്കികാർഡിയ അല്ലെ, അതായത് നമ്മുടെ ടക്കികാർഡിയ നമുക്കറിയാം ഹാർട്ട് റേറ്റ് മോർ ദാൻ 100 നമ്മൾ സാധാരണ ടക്കികാർഡിയ എന്ന് പറയാറുണ്ട്. സോ ആ ഒരു ടക്കികാർഡിയ സപ്രസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബൈ എങ്ങനെയാണ് പേസിംഗ് ദ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിന് എന്ത് ചെയ്യുന്നു, പേസ് ചെയ്യുന്നു at a rate faster than the patient's intrinsic rate. നോക്കിയേ, പേഷ്യന്റിന്റെ ഇൻട്രിൻസിക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ ഇൻട്രിൻസിക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സ്വന്തം ഹാർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു, അത് റിലീസ് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രിൻസിക് റേറ്റ് എന്ന് പറയുക അല്ലെ. സോ ഇപ്പോൾ സപ്പോസ് പേഷ്യന്റിന്റെ ടക്കികാർഡിയ ഉണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു ടക്കികാർഡിയ നമ്മൾ സപ്രസ് ചെയ്യാൻ വേണ്ടി ആ പേഷ്യന്റിന്റെ ഒരു ഇൻട്രിൻസിക് ഹാർട്ട് റേറ്റിനെക്കാളും കുറച്ചുകൂടെ കൂടിയ റേറ്റിൽ നമ്മൾ പേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെത്തേഡിന് പറയുന്ന പേരെന്താണ്? നോക്കിയ ഓപ്ഷൻ എ സെൻസിങ്, ബി പേസിംഗ് ത്രെഷോൾഡ്, സി ഓവർ സെൻസിങ്, ഓപ്ഷൻ ഡി ഓവർ ഡ്രൈവ് പേസിംഗ്. എന്തായിരിക്കാം? സെൻസിങ്, പേസിംഗ് ത്രെഷോൾഡ്, ഓവർ സെൻസിങ് ആൻഡ് ഓവർ ഡ്രൈവ് പേസിംഗ് അല്ലെ. നമ്മൾ സാധാരണ അങ്ങനെ അത്ര ഫെമിലിയർ ആയിട്ട് പഠിച്ചു പോകുന്നതോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തോ പോകുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്കോ ഒരു ക്വസ്റ്റ്യനോ അല്ല അല്ലേ. ഓക്കെ, ഏതായിരിക്കാം ആൻസർ? ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? നോക്കാം. നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഓവർ ഡ്രൈവ് പേസിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നോക്കിയേ, ഇത് കാണുന്നത് ഒരു ടക്കികാർഡിയ സർക്യൂട്ട് ആണ് ഈ കാണുന്നത്. നോക്കിയേ, ടക്കികാർഡിയ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ടക്കികാർഡിയയുടെ ഒരു പത്തോഫിസിയോളജി നോക്കുകയാണെങ്കിൽ അവിടെ റീ എൻട്രി ഫിനോമിന എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലേ. എന്താണ് റീ എൻട്രി ഫിനോമിന? റീ എൻട്രി ഫിനോമിന എന്താണ്? ബേസിക്കലി നമ്മൾ പറയാറുണ്ട് ഈ ടക്കികാർഡിയൊക്കെ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഒരു എക്ടോപിക് ഫോക്കയിൽ നിന്നാണെന്ന് പറയാറുണ്ട് അല്ലെ. നോക്കിയാൽ ഇപ്പൊ സപ്പോസ് ഹാർട്ട് ആണെങ്കിൽ ഹാർട്ടിൽ ഒരു എക്ടോപിക് ഫോക്കൈ എവിടെയെങ്കിലും ഒരു എക്ടോപിക് ഫോക്കൈ ആദ്യം ഫോം ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? യൂഷ്വലി ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഫോക്കയാണ് നമ്മൾ എക്ടോപിക് ഫോക്കൈ എന്ന് പറയുക. സോ അവിടെ നിന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഫയറിംഗ് ഉണ്ടാകുന്നു. എന്തിനാണ്? ഇമ്പൾസസിന്റെ റാപ്പിഡ് ആയിട്ടുള്ള ഫയറിംഗ് ഉണ്ടാകുന്നു. സോ നോക്കിയേ, ഇപ്പൊ ഞാൻ ഈ ഒരു ഏരിയ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കേ, ഈ കാണുന്ന പോലെ ഇപ്പൊ ഈ ഒരു ഇങ്ങനെ, അതായത് ഒരു എക്ടോപിക് ഫോക്കയിൽ നിന്ന് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ആ ഇമ്പൾസ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് എന്താണ്, അത് വീണ്ടും തിരിച്ച് ആ ഒരു ഏരിയയിൽ തന്നെ എത്തുന്നു കേട്ടോ. സിമിലർ ടു ഒരു വിഷ്യസ് സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ഏരിയയിൽ തന്നെ എത്തുന്നു. വീണ്ടും അത് ഈ പറയുന്ന പോലെ ഈ ഒരു മൂവ്മെന്റ് ഇതിങ്ങനെ എടുക്കുക ചെയ്യുക. സാധാരണ നമുക്കറിയാം SI നോഡിൽ നിന്ന് AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹീസിൽ നിന്ന് പർക്കഞ്ചി ഫൈബേഴ്സിലേക്കാണ് നമ്മുടെ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്ത് പോകേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, പേഷ്യന്റിന് ഒരു
അരിത്മിയ ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്ടോപിക് ഫോക്കയിൽ നിന്ന് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു, അതൊരു വിഷ്യ സർക്കിൾ ഫോം ചെയ്യുന്നു, അത് അങ്ങനെ തന്നെ ഒരു ലൂപ്പിൽ കൂടെ തന്നെ പോവാ ചെയ്തത്. നോക്കി ഇതുപോലെ ഇതുപോലെ ഒരു ലൂപ്പിൽ കൂടെ പോവാണ് ചെയ്യുക. ഇതിനാണ് യൂഷ്വലി നമ്മൾ ഒരു ടക്കി കാർഡിയ സർക്യൂട്ട് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പേഷ്യന്റ് ടക്കി കാർഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻട്രൻസിക് ഹാർട്ട് റേറ്റിന് ഓവർകം ചെയ്തിട്ട് നമ്മൾ ഹാർട്ടിനെ പേസ് ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണ് എന്നാ ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ടക്കിക്കാർഡിയ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന സംഗതിയാണ്. സോ അവിടെ നമുക്ക് ഈ ഒരു ടക്കിക്കാർഡിയ നമുക്ക് എങ്ങനെ ടെർമിനേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഈ VT അല്ലെ, VTക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയാറുണ്ട് എന്താണ്, ഡീഫിബ്രിലേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. VT എസ്പെഷ്യലി പൾസ്ലെസ് VT, അതുപോലെ തന്നെ വെൻട്രിക്കുലർ ഫിബ്രിലേഷനൊക്കെ നമ്മൾ ഡീഫിബ്രിലേഷൻ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാറുണ്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ VTയിലും പൾസ്ലെസ് VTയിലും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒക്കെ നമ്മൾ സപ്പോസ് ഒരു ഡീഫിബ്രിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇമ്പൾസ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പേഷ്യന്റ് ഓക്കെ ആകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് ഒന്നുമില്ല, ഓരോ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടികളും ടീച്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ കുട്ടികളും അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, സംസാരിക്കുന്നു, ബഹളം വയ്ക്കുന്നു. സോ ആ ഒരു കാര്യമാണ് ശരിക്കും ഇവിടെ നടക്കുക. ഇപ്പൊ എസ്പെഷ്യലി വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓർഡർ ഇല്ല, അവിടെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, ഓരോ ഹാർട്ടിന്റെ ഓരോ ഏരിയാസിലും ഓരോ മസിൽസിനും ഒക്കെ തോന്നുന്ന വഴിയാണ് അവിടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷ്യസ് സർക്കിൾ ഫോം ചെയ്യുക. അതേസമയം നോക്കിയേ, നമ്മുടെ ആ സെയിം എക്സാമ്പിളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് ടീച്ചർ വരുന്നു, ടീച്ചർ വന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ടീച്ചറിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവില്ല, വടി വെച്ചിട്ട് ആ ടേബിളിലേക്ക് ഒന്ന് അടിക്കുക ചെയ്യുക. എന്താ ചെയ്യുക, അടിക്കുമ്പോഴത്തേക്ക് ക്ലാസ് ഫുൾ സൈലന്റ് അല്ലെ. സോ അത് തന്നെയാണ് ഇവിടെ നടക്കുക. അതായത് ഈ പറയുന്നപടി ഹാർട്ടിന് ഇഷ്ടമുള്ളത് പോലെയുള്ള വിഷ്യ സർക്കിളൊക്കെ ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തു നിന്ന് അതിനേക്കാളും ഇൻക്രീസ് അല്ലെങ്കിൽ അതിനേക്കാളും ഇന്റൻസിറ്റി കൂടിയിട്ടുള്ള ഒരു ഷോക്ക് നമ്മൾ അവിടെ ഡെലിവർ ചെയ്യാണ് ചെയ്യുക. സോ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എല്ലാം ഒന്ന് സ്റ്റാൻഡ് സ്റ്റിൽ ആവും. അതായത് ഹാർട്ട് ജസ്റ്റ് ഒന്ന് നിൽക്കുന്നു, പിന്നെ ഒരു നോർമൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുന്നു കേട്ടോ. സോ അതാണ് ബേസിക്കലി നമ്മൾ VTയുടെ ഒക്കെ മാനേജ്മെന്റ് നമ്മൾ ഡീഫിബ്രിലേഷൻ വഴി ചെയ്യുക. സോ ഇവിടെ എന്താ പറയുക, ഇവിടെ നമുക്ക് എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഒരു ടക്കിക്കാർഡിയൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ആ ഒരു മെക്കാനിസത്തിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഇൻട്രൻസിക് ഹാർട്ട് റേറ്റിനെക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഹാർട്ട് റേറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം എങ്ങനെ നമ്മൾ ഈ പറയുന്ന ടക്കിക്കാർഡിയ പോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നു, അതിന്റെ പേര് ടെക്നിക്കൽ ടേമാ ചോദിച്ചേക്കുന്നത്. എന്താണ് നമ്മൾ അതിനെ പറയുക, നോക്കിയാൽ ഓവർ ഡ്രൈവ് പേസിംഗ് കേട്ടോ. അതിന് നമ്മൾ ഓവർ ഡ്രൈവ് പേസിംഗ് എന്നാണ് പറയുക. അപ്പൊ നോക്കിയാൽ ഓവർ ഡ്രൈവ് പേസിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നിക് വെയർ ദ ഹാർട്ട് ഈസ് പേസ്ഡ് അറ്റ് റേറ്റ് സ്ലൈറ്റ്ലി ഫാസ്റ്റർ ദാൻ ദ പേഷ്യൻസ് ഓൺ ടക്കിക്കാർഡിയ. അപ്പൊ നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ ഒരു ഓവർ ഡ്രൈവ് പേസിംഗ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരിക എന്ന് നോക്കാവേ. ഒന്ന് നോക്കിയേ, പരോക്സിസ്മൽ സുപ്രാ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, നമ്മൾ PSVT എന്നൊക്കെ പറയാറുണ്ടല്ലേ, അത് പറഞ്ഞപ്പോഴാട്ടോ ഓർത്തത്. PSVTയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ് ചോദിക്കാറുണ്ട് എക്സാമിന്, എന്താണ്, അഡിനോസിൻ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഡിനോസിൻ ആണ് എന്താണ് PSVTയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് വരുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പരോക്സിസ്മൽ സുപ്രാ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൻട്രിക്കിൾസിന്റെ മുകളിൽ നിന്ന്, അതായത് സുപ്രാ വെൻട്രിക്കുലർ ഏരിയയിൽ നിന്ന് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് നമ്പറിൽ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്ത് പോകുന്നു. സോ അതിനാണ് നമ്മൾ പരോക്സിസ്മൽ സുപ്രാ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുക. അതുകൂടാതെ നോക്കിയേ, എട്രിയൽ ഫ്ലട്ടർ, അതുകൂടാതെ എട്രിയൽ ടക്കിക്കാർഡിയ, പിന്നെ VT കേട്ടോ, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ ഇൻ സെലക്ടഡ് സ്റ്റേബിൾ കേസസ്, അതുകൂടാതെ ഡിജിറ്റാലിസ് ഇൻഡ്യൂസ്ഡ് ടക്കി അരിത്മിയാസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഓവർ ഡ്രൈവ് പേസിംഗ് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, അഡ്വാൻറ്റേജ് ഓഫ് ഓവർ ഡ്രൈവ് പേസിംഗ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ മെക്കാനിസം ആണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ ഡീഫിബ്രിലേഷൻ പറഞ്ഞു. സോ രണ്ടിന്റെയും മെക്കാനിസം സെയിം ആണ്, പക്ഷെ രണ്ട് പ്രൊസീജിയർ സെയിം അല്ല. അതായത് ഒന്ന് ഓവർ ഡ്രൈവ് പേസിംഗ് ആണ് നമ്മൾ ഈ പറയുന്നത്, ഡീഫിബ്രിലേഷൻ നമുക്കറിയാം നമ്മളൊരു എക്സ്റ്റേണൽ ഷോക്ക് ആണ് നമ്മൾ കൊടുക്കുക. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഓവർ ഡ്രൈവ് പേസിംഗ് മെക്കാനിസം രണ്ട് സെയിം ആണ്. ഞാൻ വീണ്ടും പറയുന്നത് മെക്കാനിസം സെയിം ആണ്, പക്ഷെ പ്രൊസീജിയർ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഓവർ ഡ്രൈവ് പേസിംഗും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡീഫിബ്രിലേഷൻ തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്വാൻറ്റേജിൽ നമുക്ക് മനസ്സിലാക്കാം. അവോയ്ഡ്സ് ഇലക്ട്രിക്കൽ ഷോക്ക് കേട്ടോ, ഇലക്ട്രിക്കൽ ഷോക്ക് അവോയ്ഡ് ചെയ്യും. ക്യാൻ ടെർമിനേറ്റ് അരിത്മിയാസ് വിത്തൗട്ട് മെഡിക്കേഷൻസ്, ഈവൻ മെഡിക്കേഷൻസ് കൊടുക്കാതെ തന്നെ നമുക്ക് അരിത്മിയാസ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും. യൂസ്ഫുൾ വെൻ ഡ്രഗ്സ് ഫെയിൽ ഓർ ആർ കോൺട്രാൻഡിക്കേറ്റഡ്. നമ്മൾ ചിലപ്പോൾ ഡ്രഗ്സ് കൊടുത്തിട്ട് അതിലും പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചില ഡ്രഗ്സ് ഒക്കെ ചില പേഷ്യൻസിന് കോൺട്രാൻഡിക്കേറ്റ് ആകാറുണ്ട്. സോ ആ കേസിലൊക്കെ ഈ പറയുന്ന ഓവർ ഡ്രൈവ് പേസിംഗ് യൂസ്ഫുൾ ആയിട്ട് വരാറുണ്ട്. ബാക്കിയുള്ള ടേംസ് കൂടെ നമുക്ക് നോക്കി പോകാമേ. നോക്കിയാൽ എന്താണ് സെൻസിങ് എന്ന് പറയുന്നത്. എന്താണ് സെൻസിങ്?
സെൻസിങ് എന്ന് പറഞ്ഞാൽ പേസ് മേക്കേഴ്സ് എബിലിറ്റി ടു ഡിറ്റക്ട് ദ ഹാർട്ട്സ് ഓൺ ഇൻട്രൻസിക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ആ പേസ് മേക്കർ ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പറയും കേട്ടോ. അതായത് നമ്മൾ സാധാരണ പേസ് മേക്കർ വയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ പല തരത്തിലുള്ള മോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പേസ് മേക്കറിന്റെ ലീഡ് നമ്മൾ പേഷ്യന്റ് ഹാർട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ അവിടെ പേഷ്യന്റ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു, ഈ ലീഡ് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഈ ലീഡ് അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ലീഡിന്റെ എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, സെൻസിങ് എന്ന് പറയുക. നോക്കിയാൽ പേസ് മേക്കേഴ്സ് എബിലിറ്റി ടു ഡിറ്റക്ട് ദ ഹാർട്ട്സ് ഓൺ ഇൻട്രൻസിക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അതായത് ഹാർട്ടിന്റെ സ്വന്തമായിട്ടുള്ള ഇൻട്രൻസിക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാനുള്ള പേസ് മേക്കറിന്റെ കഴിവിനാണ് നമ്മൾ എന്ത് പറയുക, സെൻസിങ് എന്ന് പറയുക. അടുത്ത് നോക്കിയേ പേസിംഗ് ത്രെഷോൾഡ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. നോക്കിയേ പേസിംഗ് ത്രെഷോൾഡ് എന്താണ്, ലോവസ്റ്റ് പേസ് മേക്കർ ഔട്ട്പുട്ട് ദാറ്റ് സക്സസ്ഫുള്ളി കോസസ് എ ഹാർട്ട് ബീറ്റ്. അതായത് ഇപ്പോൾ ഈ പേസ് മേക്കറിന്റെ ലീഡ്സ് ഉണ്ടാകും, അവിടെ അതുവഴിയായിരിക്കാം യൂഷ്വലി ഔട്ട്പുട്ട് പോവുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് പേസ് മേക്കറിന്റെ ലീഡ് വഴിയായിരിക്കും പോവുക. സോ എത്രത്തോളം ഒരു ലോവസ്റ്റ് ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്താലാണ് പേഷ്യന്റിന് സക്സസ്ഫുൾ ആയിട്ടൊരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവുക. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിനാണ് നമ്മൾ പേസിംഗ് ത്രെഷോൾഡ്, അതിനാണ് നമ്മൾ പേസിംഗ് ത്രെഷോൾഡ് എന്ന് പറയുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമേ. എൻഡോക്രൈനോളജി എന്നുള്ള ക്വസ്റ്റൻ ആണ്. നോക്കിക്കേ, when a patient receives propyl thiouracil, നോക്കിക്കേ, when a patient receives propyl thiouracil, which of the following need to be promptly reported? കേട്ടോ, ഈ തന്നിരിക്കുന്ന സിംറ്റംസിൽ എന്താണ് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക കേട്ടോ. എപ്പോഴാണ് പേഷ്യന്റ് പ്രൊപ്പൈൽ തയോയുറാസിൽ എടുക്കുമ്പോൾ. നോക്കിയ ഓപ്ഷൻ ഈസ് കോൺസ്റ്റിപ്പേഷൻ, ബി ഈസ് ഡിസ്മെനോറിയ, സി ഈസ് സോർ ത്രോട്ട്, ഓപ്ഷൻ ഡി ഈസ് യൂറിനറി ഫ്രീക്വൻസി. ഇതായിരിക്കാം. ഇതൊരു നീറ്റ് പി ജിക്ക് കൂടെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആട്ടോ. നോക്കിയേ, ഞാനൊക്കെ ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റൻ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കിയേ, കോൺസ്റ്റിപ്പേഷൻ, ഡിസ്മെനോറിയ, സോർ ത്രോട്ട്, കൂടാതെ യൂറിനറി ഫ്രീക്വൻസി. എന്തായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? പ്രൊപ്പൈൽ തയോയുറാസിൽ നമുക്കറിയാലേ, യൂഷ്വലി നമ്മൾ ഈ ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉള്ള പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന സംഗതിയാണ്. സോ ഈ ഡ്രഗ് എടുക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നാമെങ്കിലും നോക്കിയാൽ സോർ ത്രോട്ട് കേട്ടോ, പേഷ്യന്റ് സോർ ത്രോട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ റീസൺ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഈ പറയുന്ന പ്രൊപ്പൈൽ തയോയുറാസിൽ എന്ന് നോക്കാം കേട്ടോ. അപ്പൊ പ്രൊപ്പൈൽ തയോയുറാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തയോ അമൈഡ് ആന്റി തൈറോയിഡ് ഡ്രഗ് ആണ് കേട്ടോ. എന്താണ്, ഒരു തയോ അമൈഡ് ഗ്രൂപ്പിൽ വരുന്ന ആന്റി തൈറോയിഡ് ഡ്രഗ് ആണ്. യൂഷ്വലി പേഷ്യന്റ് ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊടുക്കുന്നതാണ് പ്രൊപ്പൈൽ തയോയുറാസിൽ എന്ന് പറയുക. ഇത് കൂടാതെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ മെത്തിമസോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട് അല്ലെ, അതും ഒരു ആന്റി തൈറോയിഡ് ഡ്രഗ് ആണ്. സോ യൂഷ്വലി പേഷ്യന്റ് ഇപ്പം സപ്പോസ് പ്രഗ്നൻസിയിലൊക്കെ ആണ് എങ്കിൽ നമ്മൾ സാധാരണ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഈ പ്രൊപ്പൈൽ തയോയുറാസിലാണ് കൊടുക്കുക. സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ നമ്മൾ സാധാരണ മെത്തിമസോളിലേക്ക് മാറാറുണ്ട്. പക്ഷെ ഇവിടെ ചെറിയ ഒരു ഒരു സൈഡ് ഇഫക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞുതരാം പ്രൊപ്പൈൽ തയോയുറാസിൽ. അപ്പോൾ ഈ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താ പറയുക, ഇൻഹിബിറ്റ്സ് തൈറോയിഡ് പെറോക്സിഡേസ് ആൻഡ് പെരിഫറൽ T4 to T3 കൺവേർഷൻ കേട്ടോ. അതായത് തൈറോയ്ഡ് പെറോക്സിഡൈസിനെ എന്ത് ചെയ്യുന്നു, ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൂടാതെ പെരിഫറൽ കൺവേർഷൻ ഓഫ് T4 to T3 അതിനെന്ത് ചെയ്യുന്നു, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടോ. അതുകൂടാതെ തന്നെ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ തൈറോയിഡ് സ്റ്റോം കേട്ടോ. തൈറോയിഡ് സ്റ്റോം ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നത് പ്രൊപ്പൈൽ തയോയുറാസിലാണ്. നോക്കിയേ, ഈ പ്രൊപ്പൈൽ തയോയുറാസിനെ വെച്ച് സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രൊപ്പൈൽ തയോയുറാസിൽ മെത്തിമസോൾ പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രൊപ്പൈൽ തയോയുറാസിൽ യൂഷ്വലി ഒരു ലോങ് ടേം കൊടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൊടുക്കാറുണ്ട്. സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ഈ ഒരു ടെറാട്ടോജനിസിറ്റിയുടെ ആ ഒരു കൺസേൺ ഒക്കെ മാറുമ്പോഴത്തേക്ക് നമ്മൾ മെത്തിമസോളിലേക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ നോക്കിയേ, ഈ പ്രൊപ്പൈൽ തയോയുറാസിൽ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ അടുത്തൊരു സൈഡ് എഫക്റ്റ് ആണ് അഗ്രാനുലോസൈറ്റോസിസ്. അതായത് പേഷ്യന്റ് പെട്ടെന്ന് ന്യൂട്രോഫിൽ കൗണ്ട് കുറഞ്ഞു പോകാറുണ്ട്, പേഷ്യന്റ് ന്യൂട്രോപീനി ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പേഷ്യന്റ് എത്രയും പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ. സോ പേഷ്യന്റ് ഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടായി, ന്യൂട്രോഫിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ പേഷ്യന്റ് യൂഷ്വലി പ്രസൻസ് വിത്ത് ഫീവർ, സോർ ത്രോട്ട്. പേഷ്യന്റ് ഫീവർ, സോർ ത്രോട്ട് ഒക്കെ ഉണ്ടാകും. സോ അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരിക കേട്ടോ. അതാണ് പ്രൊപ്പൈൽ തയോയുറാസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിയാൽ അടുത്ത ക്വസ്റ്റൻ ആണ്, ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ അസോസിയേറ്റഡ് വിത്ത് ചെസ്റ്റ് ട്യൂബ് പ്ലേസ്മെന്റ് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് ട്യൂബ് പ്ലേസ്മെന്റ് വളരെ സീരിയസ് ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻ എന്താണ് നോക്കിയാൽ ഓപ്ഷൻ ഈസ് എംഫൈസീമ, ബി ഈസ് ടെൻഷൻ ന്യൂമോതൊറാക്സ്,
സി ഈസ് ന്യൂമോണിയ, ഓപ്ഷൻ ഡി അറ്റലക്ടാസിസ്. നോക്കിയാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറെക്കുറെ എല്ലാം ഒരു ചെസ്റ്റ് ട്യൂബ് പ്ലേസ്മെന്റിന്റെ കോംപ്ലിക്കേഷനുമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. എന്താണ് മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ? നമുക്കറിയാം എംഫൈസീമ നമ്മൾ സാധാരണ നമ്മളെ COPD റിലേറ്റ് ചെയ്തിട്ടാണ് പറയുക അല്ലെ. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എംഫൈസീമ ഒക്കെ നമ്മൾ അവിടെ പറയാറുണ്ട്. ക്രോണിക് അബ്നോർമൽ ഡയലേഷൻ ഓഫ് ദ ലങ് ആൽവിയോളി എന്നൊക്കെ പറയാറുണ്ട്. നോക്കിയാൽ ടെൻഷൻ ന്യൂമോതൊറാക്സ് നമുക്കറിയാം അല്ലെ. എന്താണ് പേഷ്യന്റ് ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് എയർ ഇൻട്രാപ്ലൂറൽ സ്പേസിലേക്ക് കയറുന്നു, എക്സേൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നില്ല, അടുത്ത ഇൻഹലേഷനിൽ വീണ്ടും അത് കയറുന്നു. അതായത് ഈ പറയുന്ന നമ്മുടെ ലങ്ങിന്റെ ഔട്ടർ കവറിംഗ് അല്ലെ പ്ലൂറ എന്ത് ചെയ്യുന്നു, ഒരു വാൽവ്, ഒരു വൺ വേ വാൽവ് പോലെ ആക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞുതരാവേ. നെക്സ്റ്റ് ന്യൂമോണിയ, യൂഷ്വലി ചെസ്റ്റ് ട്യൂബ് പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന പേഷ്യന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ്. എറ്റലക്ടാസിസ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷേ ഇവിടെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്തായിരിക്കാം? യെസ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ് ഇവിടെ പേഷ്യന്റ് വളരെ സീരിയസ് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുക കേട്ടോ. ഓപ്ഷൻ ബി ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിക്കേ, ടെൻഷൻ ന്യൂമോതൊറാക്സ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. പേഷ്യന്റ് യൂഷ്വലി പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാകും അല്ലെ, ഇൻട്രാപ്ലൂറൽ സ്പേസ് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പേസിൽ എന്താ സംഭവിക്കുക, യൂഷ്വലി ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കാണ് ഈ ഒരു ടെൻഷൻ ന്യൂമോതൊറാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അതായത് ഇതുപോലെ ICD പോലെ തന്നെ ഒരു അവിടെ എയറിന് എൻട്രി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം അല്ലെ. സോ അവിടെ ഓരോ ഇൻഹലേഷൻ എന്താ സംഭവിക്കുക, എയർ വിൽ എൻ്റർ അല്ലെ, എയർ ഈ ഒരു ഇൻട്രാപ്ലൂറൽ സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതേസമയം ഇത് ഇൻഹലേഷൻ ആണ്. എക്സലേഷന്റെ സമയത്ത് ആ എയറിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം ഇതിൽ വൺ വേ വാൽവായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ ഇൻട്രാപ്ലൂറൽ സ്പേസിൽ എയർ കയറുന്നു, പക്ഷെ അതിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പം ലങ്സിന് എന്ത് ചെയ്യുന്നു, മാക്സിമം അത് കംപ്രസ് ചെയ്യും അല്ലെ. ലങ്സിന് മാക്സിമം അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലങ്സ് അടുത്ത സൈഡിലേക്ക് അത് പുഷ് ചെയ്യും. അതിനെന്താ പറയുക, നമ്മൾ ഈ ട്രക്കിയൽ ഡീവിയേഷൻ എന്നൊക്കെ പറയല്ലേ. നോക്കി ഒരു ലങ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്യുന്നു, അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ട്രക്കിയ യൂഷ്വലി മിഡ് ലൈൻ ആണ് വരേണ്ടത്, മിഡ് ലൈനാണ് ട്രക്കിയ വരേണ്ടത്, അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്രക്കിയ പുഷ് ചെയ്യുന്നു അല്ലെ. അതിന് നമ്മൾ ട്രക്കിയൽ ഡീവിയേഷൻ എന്ന് പറയാറുണ്ട്. അതുകൂടാതെ ഹാർട്ട്, അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന നമ്മുടെ ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുക. സോ ഹാർട്ടിനെ ഇത് കംപ്രസ് ചെയ്യും അല്ലെ. സോ ഹാർട്ടിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന് വീനസ് റിട്ടേൺ ഒക്കെ കുറവായിരിക്കും. സോ അതിന്റെ ഫലമായിട്ട് യൂഷ്വലി പേഷ്യന് ഹൈപ്പോടെൻഷൻ പോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുക. നെക്സ്റ്റ് നോക്കിയേ, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇത് അസോസിയേറ്റ് ചെയ്തിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. നോക്കിയേ, ഇത് അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ ന്യൂമോതൊറാക്സ് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻ ആണ് നോക്കിയാൽ ട്രെയിൽ സൈൻ എന്ന് പറയുക. എന്താണ് ട്രെയിൽ സൈൻ? അപ്പൊ നോക്കിയേ, എന്താണ് ഈ ട്രെയിൽ സൈൻ എന്ന് പറയുക? ട്രെയിൽ സൈൻ എന്ന് പറഞ്ഞാൽ ദ ട്രക്കിയ ഷിഫ്റ്റ് വൺ സൈഡ്, ദ ക്ലാവിക്കുലർ ഹെഡ് ഓഫ് ദ സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ on the opposite side becomes more prominent അല്ലെ. that indicates mediastinal shift or tracheal deviation. നോക്കാവേ, എന്താണ് ട്രെയിൽ സൈൻ നോക്കാം. ഞാൻ ഇമേജ് വെച്ച് പറഞ്ഞുതരാം. നോക്കിയേ, സോ യൂഷ്വലി ഈ പറയുന്ന ടെൻഷൻ ന്യൂമോതൊറാക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ട്രക്കിയ ഡീവിയേറ്റ് ചെയ്യുന്നു അല്ലെ. എന്താ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇവിടെ യൂഷ്വലി പേഷ്യന്റ് ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണെങ്കിൽ ഈ സൈഡിലേക്ക് ട്രക്കിയ എന്ത് ചെയ്യുന്നു, ഡീവിയേറ്റ് ചെയ്യുന്നു. സോ ട്രക്കിയ ഡീവിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ സൈഡിൽ എന്താണ് ഈ ഒരു സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് മസിലിന്റെ ലോവർ പോർഷൻ, ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ വിസിബിൾ ആകുന്നു. സോ ഇതിനാണ് നമ്മൾ ട്രെയിൽ സൈൻ എന്ന് പറയുക. യൂഷ്വലി ട്രെയിൽ സൈൻ എവിടെ കാണുന്നു ചോദിച്ചാൽ എവിടെയാണ്, ടെൻഷൻ ന്യൂമോതൊറാക്സിലാണ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് കേട്ടോ, എസ്പെഷ്യലി നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. സോ ഈ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ രീതിയിൽ മാത്രമല്ല, ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കണ്ടന്റ് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. അതുകൂടാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക, അഡീഷണൽ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ റിവിഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക. കൂടാതെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. വരുന്ന എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതി നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള എല്ലാ ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, നന്ദി.